കാരണം തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന വിധത്തിൽ പ്രാർത്ഥിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് ചിലപ്പോൾ ഞാൻ തന്നെയും ദുആ ചെയ്തിട്ടുണ്ടാകും, അതേപോലെ നമ്മുടെ ആലിമീങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടാകും. അവരൊക്കെ വിവരമില്ലാത്തവരാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ആ ദുആ ഉദ്ധരിച്ചുകൊണ്ട് അതേ മുസ്ലിം പണ്ഡിതന്മാര് പള്ളിയിൽ വെച്ച് അമുസ്ലിമീങ്ങൾക്കെതിരെ ബൗദ്ധായികവാദികൾക്കെതിരെ പ്രാർത്ഥിക്കുകയാണെന്ന് പറയുന്നവൻ അവനെ പോലുള്ള വിവരം കെട്ടവൻ ആ ഉദ്ദേശത്തിലും ആ അർത്ഥത്തിലും ചിലപ്പോൾ ആ പ്രാർത്ഥനയോ വേറെ പ്രാർത്ഥനയോ ഉപയോഗിച്ചിട്ടുണ്ടാകാം. അത് നമുക്ക് ബാധകം അല്ല. കുഞ്ഞാടുകളെ പറ്റിക്കാൻ ഇയാൾ വളരെ വലിയ കേമന. എങ്ങനെയുണ്ട് ഇയാളുടെ മാറ്റുമറിക്കല്? ഇയാൾ ആദ്യമായി യുക്തിവാദികൾക്കൊന്ന് മറുപടി പറഞ്ഞു നോക്കിയതാ, അതാകെ പുലിവാലായി. ഇപ്പൊ വീണിടത്ത് കിടന്ന് ഉരുണ്ടും മറിഞ്ഞ് എന്തൊക്കെയാണ് ഇപ്പോൾ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയാൾ ആദ്യം പറഞ്ഞ 3 നുണകളുണ്ട്. ആ 3 നുണകൾക്കുള്ള ഖണ്ഡനം ഇയാൾ തന്നെ പറയാണ്. വല്ലാത്തൊരവസ്ഥയാണ് ഈ പേരോടിൻ്റെ കഥ, വല്ലാത്തൊരു കോമഡിയാണ്. ഇയാൾ ആദ്യം പറഞ്ഞത് എന്താണെന്നറിയോ? ഇയാൾ ആദ്യം പറഞ്ഞ ഒന്നാമത്തെ നുണ, ഈ പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിക്കാറേയില്ല. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇയാൾ ഒന്നാമത്തെ നുണ കേട്ടോ. പള്ളിയിൽ നിന്നൊക്കെ ഈ ബഹുദൈവ വിശ്വാസികളെ നശിപ്പിക്കണമെന്നാണ് ദ്വാരക്കുന്നത്. അങ്ങനെ നശിപ്പിക്കണമെന്ന് ദ്വാരക്കല്ലോ. നമ്മള് അവനെപ്പോലത്തേതോ വിവരം കെട്ട ഒരു ദ്വാരം തന്നെ നമ്മളാ ഉത്തരവാദി. അങ്ങനെ നമ്മൾ ദ്വാരക്കില്ല. അപ്പൊ ഇയാളെന്ന് പറയും ഞാൻ അങ്ങനെ ദുആ ചെയ്യാറുണ്ട്, ഉസ്താദന്മാരൊക്കെ അങ്ങനെ ദുആ ചെയ്യാറുണ്ട്. ഇയാൾ തന്നെ ഇയാളുടെ ഒന്നാമത്തെ നുണയെ ഇവിടെ ഗണ്ണിച്ചു. രണ്ടാമതായി ഇയാൾ പറയുന്നത് എന്താ? ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് വിവരമില്ലാത്ത ആളുകളാണ് പ്രാർത്ഥിക്കുക എന്നാ ഇയാൾ പറഞ്ഞത്. കേട്ടോക്കി, ഏതെങ്കിലും വിവരമില്ലാത്ത ആരെങ്കിലും അങ്ങനെ ദ്വാരത്തിട്ടുണ്ടെങ്കിൽ അതിനൊട്ട് പണ്ഡിതന്മാർ ഉത്തരവാദിയും അല്ല. കണ്ടോ, വിവരമില്ലാത്ത ആളുകളാണ് അങ്ങനെ പ്രാർത്ഥിക്കുക, അതിന് പണ്ഡിതന്മാർ ഉത്തരവാദിയല്ല. ഇയാളെന്നെ പറയുന്നു ഇയാളും പ്രാർത്ഥിക്കലുണ്ട്, ഉസ്താദന്മാരും പ്രാർത്ഥിക്കാറുണ്ട് എന്ന് ഇയാൾ പറയുന്നു. മൂന്നാമതായി ഇയാൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഈ പ്രാർത്ഥന ഉണ്ടാക്കിയത് പുത്തൻവാദികളാണ് എന്നാ. കേട്ടോക്ക്, അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് ചില കൂടുതൽ അറിവില്ലാത്ത ആളുകൾ പ്രാർത്ഥിച്ചു പോകാറുണ്ട്. അത് വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് സുന്നികൾ ശിർക്ക് ചെയ്യുന്നവരാണെന്ന് വാദിച്ച പുത്തൻവാദികൾ ഉണ്ടാക്കിയ പ്രാർത്ഥനയാണോ എന്നെനിക്ക് സംശയമുണ്ട്. എന്താണ് ഇയാളെ കുറിച്ച് നമ്മൾ പറയാ? പേരോടിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കഴിയാത്ത പണി നിങ്ങൾ എടുക്കരുത്. യുക്തിവാദികൾക്ക് മറുപടി പറയാനൊന്നും നിങ്ങളെ കൊണ്ട് കഴിയില്ല. അത് പറഞ്ഞുകൊണ്ടുണ്ടായ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. നിങ്ങൾക്ക് വിശദീകരിച്ച് നിങ്ങൾ കുഴഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ, ഇതൊക്കെ ഞങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇത് 2 കൊല്ലം മുമ്പ് തന്നെ ഇതിന് ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി ഞങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശവും ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു പുലിവാലും അതിൻ്റെ പേരിൽ പിടിച്ചിട്ടില്ല. കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലായി. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയാണ്, നിങ്ങൾക്ക് കഴിയാത്ത പണി ദയവ് ചെയ്ത് നിങ്ങൾ എടുക്കരുത്.